ഒരു വലിയ പോരാട്ടത്തിന്റെ കൂലിയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്ന വിജയമെന്ന് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തൃശൂരിലെ വിജയം ഒരു അനുഗ്രഹമായി സമ്മാനിച്ച സകല ദൈവങ്ങൾക്കും ലൂർദ് മാതാവിനും നന്ദി പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലവും പാർട്ടി പ്രവർത്തകർ തനിക്കൊപ്പം ഉണ്ടായിരുന്നു. താൻ ആവശ്യപ്പെട്ടതിലധികം സഹായങ്ങൾ തനിക്ക് അവർ ചെയ്തു. നരേന്ദ്രമോദിയാണ് തന്റെ രാഷ്ട്രീയ ദൈവമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ഇതിന് പിന്നാലെ തൃശൂർ സുരേഷ് ഗോപിക്കുള്ളതാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ് ജനങ്ങൾ. തൃശൂർ സുരേഷ് ഗോപിക്ക് കൊടുത്തിരിക്കുന്നുവെന്ന് വടക്കുന്നാഥന്റെ മുന്നിൽ താമര വിരിഞ്ഞെന്നും ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. എതിർ സ്ഥാനാർത്ഥികളെ നിലം പരിശാക്കി ലീഡ് നില 70,000 കടന്ന് സുരേഷ് ഗോപി ജൈത്രയാത്ര തുടരുകയാണ്. ഒരു വേർതിരിവുമില്ലാതെ ജനങ്ങളെ ഒരുപോലെ കാണുന്ന മനസ്സാണ് സുരേഷ് ഗോപിയുടേത്. LDFന്റെയും UDFന്റെയും രാഷ്ട്രീയ വർഗീയതയ്ക്കുള്ള മറുപടിയാണ് തൃശൂർക്കാർ നൽകിയത്. സുരേഷ് ഗോപിക്ക് ജനങ്ങൾ തൃശൂർ കൊടുത്തിരിക്കുന്നു എന്നും ജനങ്ങൾ പ്രതികരിച്ചു. അതേസമയം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, BJP തോൽപ്പിക്കാനായാണ് മത്സരിക്കുന്നതെന്നായിരുന്നു LDF UDF സ്ഥാനാർത്ഥികൾ പ്രചാരണ പരിപാടികളിൽ പറഞ്ഞിരുന്നത്. എന്നാൽ നടന്നതോ? സുരേഷ് ഗോപി മാത്രമാണ് തൃശൂരിനെ മുന്നോട്ട് നയിക്കുന്നതിനായുള്ള വ്യക്തവും സ്പഷ്ടവുമായുള്ള വികസന പദ്ധതികളെ കുറിച്ച് സംസാരിച്ചതെന്നും അതിന് തങ്ങൾ നൽകിയ സമ്മാനമാണിതെന്നും ജനങ്ങൾ ആവേശത്തോടെ ഒറ്റസ്വരത്തിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, കേരളത്തിലെ ആദ്യ NDA MP ആകാൻ സുരേഷ് ഗോപി ഒരുങ്ങുമ്പോൾ ആവേശത്തിലാണ് ഇപ്പോൾ തൃശൂർക്കാരുടെ ആവേശം കൊഴുക്കുകയാണ്. നഗരത്തിലെങ്ങും മധുര വിതരണവും ആഘോഷവും നടക്കുകയാണ്. BJP പ്രവർത്തകരെക്കാൾ പൊതുജനങ്ങളാണ് സുരേഷ് ഗോപിയുടെ ഈ വിജയത്തിൽ പങ്കാളികളാകുന്നതെന്നതും മറ്റൊരു വിസ്മയം തന്നെ. ദശാബ്ദങ്ങളോളം ഭംഗിയായി നടന്ന തൃശൂർ പൂരത്തെ അലങ്കോലമാക്കിയതിന് ജനങ്ങൾ നൽകിയ തക്ക മറുപടി തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഈ വിജയമെന്ന് തീർച്ചയായും ജനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയുടെ വിജയാഘോഷത്തിനിടെ പ്രതികരിക്കുകയായിരുന്നു അവർ. പാറമേക്കാവും തിരുവമ്പാടിയും അതിമനോഹരമായി നടത്തിയിരുന്ന വെടിക്കെട്ട് പോലും അലങ്കോലമായി. തൃശൂർ പൂരത്തിന് കളങ്കം വരുത്തിയ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകുന്ന മറുപടിയാണ് സുരേഷ് ഗോപിയുടെ ഈ വിജയമെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു. അതേസമയം തന്നെ BJP പ്രവർത്തകർ മാത്രമല്ല സുരേഷ് ഗോപിക്ക് ഒപ്പം നിന്നത്. LDFന്റെയും UDFനും ഇത്രകാലം വോട്ട് ചെയ്തവർ ഇത്തവണ BJPക്ക് ഒപ്പം നിന്നതും മറ്റൊരു അത്ഭുതം തന്നെയാണ്. മാത്രമല്ല, മറ്റൊരു കൗതുക കാഴ്ചയായിട്ടാണ് ഇത് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മനം മടുത്ത് തന്നെയാണ് ഇത്തവണ മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. മാറ്റത്തിനൊരു വോട്ട് എന്നത് കൂടിയായിരുന്നു തൃശ്ശൂർക്കാരുടെ നയം. തൃശൂർ എടുക്കുമെന്ന് മാത്രമല്ല, ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞതെന്നും ജനങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇത്തവണത്തെ തൃശൂർ പൂരം ചരിത്രത്തിൽ ആദ്യമായി മുടങ്ങിയത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. മാത്രമല്ല, കേരളത്തിന്റെ വികാരമായിരുന്ന വെടിക്കെട്ട് മണിക്കൂറുകളോളം വൈകി. പോലീസിന്റെ ഭാഗത്തു നിന്നും പൂരം നടത്തിപ്പിൽ ഗുരുതര വീഴ്ചയുണ്ടായതോടെ ജനങ്ങൾ വളരെയേറെ വിമർശിക്കുവാൻ തുടങ്ങി. എന്തായാലും തൃശൂർ പൂരം നടത്തിപ്പിൽ പാളിച്ചകൾ സംഭവിച്ചപ്പോൾ ഇടതു വലതു മുന്നണികളുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടലുകളും അന്ന് നടന്നിരുന്നില്ല. അതും ജനങ്ങൾ കാണുന്നുണ്ടായിരുന്നു. സമവായത്തിനായി സുരേഷ് ഗോപി നടത്തിയ ചർച്ചകൾ ഗുണം ചെയ്യുകയും മുടങ്ങിയ പൂരം പുനരാരംഭിക്കുകയും ചെയ്തതോടെയാണ് ജനങ്ങളുടെ മിഴി തുറന്നത്. എന്തായാലും വലിയൊരു ജനവിധി തന്നെയാണ് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി കേരളത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.